ഇയർ പ്ലാൻസിന് ഫോക്കസ് ഏരിയാസ് ഉണ്ട്, അവരുടെ ലക്ഷ്യം വയ്ക്കുന്ന ഏരിയാസ് ഉണ്ട്. വളർച്ച ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെക്ടേഴ്സിനാണ് അവരെന്ത് ചെയ്യുന്നത്, ഊന്നൽ കൊടുക്കുന്നത്. അത് ഓരോ 5 ഇയർ പ്ലാൻസിൽ നമ്മൾ പഠിച്ചേ പറ്റൂ. അത് ചോദിക്കും, ഉറപ്പായിട്ട് ഇത് ചോദിച്ചതാണ്, ഒരുപാട് തവണ ചോദിച്ചതാണ്. 5 ഇയർ പ്ലാൻസിന് ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നത് NDC ആണ്. ആ NDC വന്നതും ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പീരിയഡിലാണ്. ഓൺ August 6, 1952 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിലവിൽ വന്നു. എല്ലാവർക്കും നമസ്കാരം. സഹാരി റൈസ് പ്ലസിൻ്റെ മറ്റൊരു എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എന്താണ്, 1951 പറഞ്ഞു. അതിൻ്റെ പീരീഡ് ഫ്രം 1951 to 56, 51 മുതൽ 56 വരെയാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പീരീഡ്, 5 വർഷ കാലയളവ്. ഓക്കെ, നോക്ക്, ഈ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ അതിൻ്റെ ഡ്രാഫ്റ്റ് എന്ത് ചെയ്ത് പാർലമെന്റിൽ അവതരിപ്പിച്ചത് ആരാണ്, അല്ലെങ്കിൽ എന്നാണ്, ആരാണ്? പ്രസന്റഡ് പാർലമെന്റ് അല്ലെ. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഇത് എന്ത് ചെയ്തത്, പാർലമെന്റിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചു. എന്നാണ്, December 8, 1951. ബാക്കിയുള്ള 5 ഇയർ പ്ലാൻസിന് നമുക്ക് വേണ്ട കേട്ടോ, അത് അവതരിപ്പിച്ചതെന്ന് നമുക്ക് വേണ്ട. പക്ഷേ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, കാരണം ഇന്ത്യയിൽ ആദ്യമായിട്ട് 5 ഇയർ പ്ലാൻ വരികയാണ്, അതെന്നാണ് അവതരിപ്പിച്ചത് നമുക്ക് വേണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്നാണ്ട് December 8, 1951, 1951 December 8 പാർലമെന്റിൽ ആദ്യമായിട്ട് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ അവതരിപ്പിച്ചത്. ആരാണ്? അവർ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു അല്ലേ, ജവഹർലാൽ നെഹ്റു ആണ് അത് അവതരിപ്പിച്ചത്. അപ്പൊ ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. 1951 December 8 ആദ്യമായിട്ട് പഞ്ചവത്സര പദ്ധതികൾ പാർലമെന്റിൽ പ്രസന്റ് ചെയ്തത്. ഓക്കെ ആണല്ലോ. ഇനി ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, കാരണം 5 ഇയർ പ്ലാൻ മീൻസ് പ്ലാനിംഗ് കമ്മീഷനാണ്. പ്ലാനിംഗ് കമ്മീഷനാണല്ലോ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ചെയർമാൻ നമുക്കറിയാം, നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്, ജവഹർലാൽ നെഹ്റു ആണ് അല്ലേ. നമ്മുടെ പ്ലാനിംഗ് കമ്മീഷന്റെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ സമയത്ത് പ്ലാനിംഗ് കമ്മീഷന്റെ ചെയർമാൻ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒന്നാം പഞ്ചവത്സര പദ്ധതി സമയത്ത് ആസൂത്രണ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഇനി വൈസ് ചെയർമാൻ ആരായിരുന്നു? ഗുൽസാരി ലാൽ നന്ദയായിരുന്നു. ആദ്യത്തെ വൈസ് ചെയർമാൻ കൂടിയാണ്. ഒരുപാട് തവണ ഈ പേര് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ 5 ഇയർ പ്ലാൻസിന്റെ അല്ലെങ്കിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് പ്ലാനിംഗ് കമ്മീഷന്റെ വൈസ് ചെയർമാൻ, അല്ലെങ്കിൽ എന്താണ്, പ്ലാനിംഗ് കമ്മീഷന്റെ ആദ്യത്തെ വൈസ് ചെയർമാൻ, ഫസ്റ്റ് വൈസ് ചെയർമാൻ ഓഫ് ഇന്ത്യാസ് പ്ലാനിംഗ് കമ്മീഷൻ എന്നറിയപ്പെടുന്ന ആരാണ്? ഗുൽസാരി ലാൽ നന്ദ. ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്ത തുടക്കം തൊട്ട് അദ്ദേഹമില്ല, അപ്പോയിന്റ് ചെയ്തത് 1953 1953 ഗുൽസാരി ലാൽ നന്ദയെ അപ്പോയിന്റ് ചെയ്ത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഈ ഒരു വർഷമൊക്കെ കയറി വരും കേട്ടോ. അപ്പൊ ഗുൽസാരി ലാൽ നന്ദ അപ്പോയിന്റ് ചെയ്ത് എന്നാണ്ട് 1953. ഓക്കെ, ഇനി ഈ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്തിൻ്റെ ഫോക്കസ് എന്തായിരുന്നു, എന്തിനാണ് അത് ഊന്നൽ കൊടുത്തതെന്നാണ് പഠിക്കുന്നത്. നോക്ക്, ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഫോക്കസ്ഡ് ഓൺ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് അച്ചീവിംഗ് ഫുഡ് സെൽഫ് സഫിഷ്യൻസി. ഇതുപോലെ തന്നെ പഠിച്ചു വയ്ക്കുക. ഓരോ 5 ഇയർ പ്ലാൻസിന് ഫോക്കസ് ഏരിയാസ് ഉണ്ട്, അവരുടെ ലക്ഷ്യം വയ്ക്കുന്ന ഏരിയാസ് ഉണ്ട്. വളർച്ച ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെക്ടേഴ്സിനാണ് അവരെന്ത് ചെയ്യുന്നത്, ഊന്നൽ കൊടുക്കുന്നത്. അത് ഓരോ 5 ഇയർ പ്ലാൻസിൽ നമ്മൾ പഠിച്ചേ പറ്റൂ. അത് ചോദിക്കും, ഉറപ്പായിട്ട് ഇത് ചോദിച്ചതാണ്, ഒരുപാട് തവണ ചോദിച്ചതാണ്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ അല്ലേ, ഗേവ് ഇമ്പോർട്ടൻസ് ഓൺ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ്, കാർഷിക പുരോഗതിക്ക് ഊന്നൽ കൊടുത്തു. പിന്നെയോ ആൻഡ് അച്ചീവിംഗ് ഫുഡ് സെൽഫ് സഫിഷ്യൻസി, ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് ഊന്നൽ കൊടുത്തു. അപ്പോൾ കാർഷിക പുരോഗതിക്കും ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്കും ഊന്നൽ കൊടുത്ത പദ്ധതിയായിരുന്നു ഏത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി. ക്ലിയർ ആണല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പ്രീവിയസ് ആണ്. എയിംഡ് അറ്റ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ലക്ഷ്യം വച്ചു എയിംഡ് അറ്റ് 2.1% GDP ഗ്രോത്ത് അല്ലേ. നമ്മുടെ രാജ്യത്ത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അവർ പറഞ്ഞു, ഒന്നാം പഞ്ചവത്സര പദ്ധതി അവസാനിക്കുമ്പോൾ നമ്മുടെ GDP ഗ്രോത്ത് എത്രയായിരിക്കണം? ഇന്ത്യയുടേത് 2.1% വർദ്ധിക്കണം, 2.1% വർധന ഉണ്ടാകണമെന്ന് അവർ ടാർഗറ്റ് ചെയ്തു, എയിം ചെയ്തു. എന്നാൽ നോക്കടേ, അച്ചീവ്ഡ് നമ്മൾ നേടിയെടുത്തു. ഒന്നാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞപ്പോൾ അല്ലേ, ഇന്ത്യ അച്ചീവ്ഡ് 3.6% ഗ്രോത്ത് റേറ്റ്. നോക്ക്, 2.1 നമ്മൾ ടാർഗറ്റ് ചെയ്തതെങ്കിൽ നമ്മൾ നേടിയെടുത്തത് എത്ര? 3.6%. വളരെ വലിയ വളർച്ചാ നിരക്ക് അല്ലേ നമ്മൾ അച്ചീവ് ചെയ്ത്. അപ്പോൾ ഇത് സംഖ്യയായിട്ട് നോക്കുമ്പോൾ ചെറിയ സംഖ്യയാണ്, പക്ഷേ ഒരു രാജ്യത്തിന്റെ വളർച്ചാ നിരക്ക് എന്ന് പറയുമ്പോൾ പെർസെൻറ്റേജ് ടേംസിൽ വളരെ വലിയ വർധനം ആ കാലഘട്ടത്തിൽ കേട്ടോ. ആ കാലഘട്ടത്തിലെ വളരെ വലിയ വളർച്ചാ നിരക്കായിരുന്നു എന്ത്?
3.6% ഗ്രോത്ത് റേറ്റ്. അപ്പോൾ നോക്ക്, ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ 2.1% GDP ഗ്രോത്ത് റേറ്റ്, GDP വളർച്ചാ നിരക്ക് നമ്മൾ ലക്ഷ്യം വെച്ചതെങ്കിൽ, എന്നാൽ നമ്മൾ അച്ചീവ് ചെയ്ത് എത്രയായിരുന്നു? 3.6%. അപ്പോൾ ലക്ഷ്യം വെച്ചതിനേക്കാൾ, എയിം ചെയ്തതിനേക്കാൾ കൂടുതൽ അച്ചീവ് ചെയ്യാൻ സാധിച്ച ഒരു പദ്ധതി കൂടിയാണ് ഏത്? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. ഇനി നമ്മൾ അങ്ങോട്ട് പഠിക്കുന്ന ചില 5 ഇയർ പ്ലാൻസിൽ ഇങ്ങനെ വരും, ചിലത് ഫെയിലിയർ ആയിട്ടുണ്ട്, ചിലത് വിജയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കി തരം തിരിച്ച് വേണം പഠിച്ചു പോകാൻ. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന് ഏത് ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ എയിം ചെയ്ത് 2.1% GDP ഗ്രോത്ത് റേറ്റ് ആണ്. പക്ഷെ അച്ചീവ് ചെയ്ത് എത്ര നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു? 3.6%. അപ്പോൾ വളരെ വലിയ സക്സസ് ആയി മാറിയ ഒരു പദ്ധതിയായിരുന്നു ഏത്? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് സക്സസ് ആയിരുന്നു കേട്ടോ. ഇനി ഈ പദ്ധതിയുടെ അച്ചീവ്മെന്റ്സ് എന്തൊക്കെയാണ്? അച്ചീവ്മെന്റ്സ് ഉദ്ദേശിക്കുന്നത് ഈ പദ്ധതി കാലത്ത് നമ്മൾ എന്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, എന്തൊക്കെയാണ് നമ്മൾ നേടിയെടുത്തതാണ് അച്ചീവ്മെന്റ്സ്, നേട്ടങ്ങൾ. ഈ പദ്ധതിയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, നമ്മുടെ ഇറിഗേഷൻ പ്രോജക്ട്സ്. കാരണം എന്താ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആണ് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ ഫുഡ് സെൽഫ് സഫിഷ്യൻസി ആയിരുന്നു ഇതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വേണമായിരുന്നു? കാർഷിക മേഖലയുടെ പുരോഗതിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഇൻപുട്ടാണ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടുവന്ന് ഇറിഗേഷൻ പ്രോജക്ട്സുകൾ ആരംഭിച്ചു ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പീരീഡിൽ. അത് ഏതൊക്കെയാണ്? ഭക്രാനങ്കൽ അല്ലെ, മീൻസ് ഭക്രാനങ്കൽ, ഹിരാക്കുഡ്, മേട്ടൂർ ഡാം ആൻഡ് ദാമോദർ വാലി ഡാംസ്. ഇപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മാണം ആരംഭിച്ചത്, പൂർത്തിയായെന്ന് പറയുന്നില്ല കേട്ടോ, പൂർത്തിയായതൊക്കെ പിന്നീട് ഘട്ടം ഘട്ടമായിട്ടാണ് പൂർത്തീകരിച്ചത്. പക്ഷേ നിർമ്മാണം ആരംഭിച്ച ഇറിഗേഷൻ പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ്? ഭക്രാനങ്കൽ അല്ലേ, ഹിരാക്കുഡ്, മേട്ടൂർ ഡാം ആൻഡ് ദാമോദർ വാലി ഡാംസ്. ഇതൊക്കെയാണ് എന്തിനു വേണ്ടിയാണ്? ഇറിഗേഷൻ പ്രോജക്റ്റുകളാണ്, ജലസേചന പദ്ധതികളാണ്. അത് പിന്നീട് മൾട്ടി പർപ്പസ് പ്രോജക്റ്റുകളായിട്ട് ചിലതൊക്കെ എന്തായിട്ട് മാറിയിട്ടുണ്ട്, ഈ വൈദ്യുതി ഉൽപ്പാദനത്തിലേക്കൊക്കെ കൺവേർട്ട് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഓർക്കേണ്ടത്, നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ആണ്. ഈ ഫസ്റ്റ് 5 ഇയർ പ്ലാനിൽ നമ്മൾ ഊന്നൽ കൊടുത്തത് എന്ത്? ഒരു ഇറിഗേഷൻ പ്രോജക്ട്സുകൾക്ക് ഊന്നൽ കൊടുത്ത ഒരു പ്രധാനപ്പെട്ട അച്ചീവ്മെന്റ് ആണ്. ഏതൊക്കെയെന്ന് ചോദിക്കും. ഭക്ര, ഹിരാക്കുഡ്, മേട്ടൂർ ഡാം, ദാമോദർ വാലി ഡാംസ്. ഓക്കെ, ഇനി എസ്റ്റാബ്ലിഷ്ഡ് അല്ലേ, സെറ്റപ്പ് ദ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ. അല്ലെങ്കിൽ അല്ലേ, ഈ സമയത്ത് നമ്മൾ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തു? യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ, UGC 1953 നമ്മൾ സെറ്റപ്പ് ചെയ്തു. 1953 എന്ത് കൊണ്ടുവരുന്നു? UGC. അതും അപ്പോൾ UGC നിലവിൽ വരുന്നത് 1953 അത് ഏത് 5 ഇയർ പ്ലാൻ പീരീഡിൽ? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പീരീഡിൽ. അപ്പോൾ ഇറിഗേഷൻ പ്രോജക്റ്റുകൾ അത് അടുത്ത ഏത് വരുന്നു? യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ UGC വരുന്നു എന്ന് 1953. മറക്കരുത്, 1953. ദാറ്റ് മീൻസ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. ഓക്കെ, ഇനി അത് വളരെ പ്രധാനപ്പെട്ട ഒരു പേര്, നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, അവിടെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വാസ് ഡ്രാഫ്റ്റഡ് ബൈ KN രാജ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഡ്രാഫ്റ്റ് ചെയ്ത് അതിന്റെ കരട് തയ്യാറാക്കിയത്, അത് അവസാനം അതിന് ഫൈനലൈസ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഒരു പ്രോജക്റ്റ്, ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കിയത്, ഒരു കരട് തയ്യാറാക്കിയത്, ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് ആരാണ്? KN രാജാണ്. അതിനെ ഫൈനലൈസ് ചെയ്തത്, ഫസ്റ്റ് 5 ഇയർ പ്ലാനെ ഫൈനലൈസ് ചെയ്തത് ആരാണ്? KN രാജാണ്. KN രാജ്, അദ്ദേഹത്തിന്റെ വിശേഷണം അദ്ദേഹം ഒരു മലയാളിയാണ് കേട്ടോ. KN രാജ് എന്താണ്? ഒരു മലയാളിയാണ്. അതുപോലെ നിങ്ങൾ കേട്ട് കാണും കേരള മോഡൽ ഡെവലപ്മെന്റ്, കേരള മോഡൽ വികസന പദ്ധതിയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? KN രാജ്. ഈ പേര് വന്നപ്പോൾ ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. KN രാജാണ് എന്ത്? കേരള മോഡൽ വികസന പദ്ധതിയുടെ ഉപജ്ഞാതാവ്. അതുപോലെ CDS, ട്രിവാൻഡ്രത്ത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, പലർക്കും അറിയാമായിരിക്കും. ഉള്ളൂരിൽ നിന്ന് കുറച്ചകത്തോട്ട് പോകണം. സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ് ഇക്കണോമിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം കൂടിയാണ്. അതായത് സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, അത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെ സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസ്, അതിന്റെ ഫൗണ്ടറും കൂടിയാണ് ആര്? KN രാജ്. അത് സ്ഥാപിക്കുന്നതിൽ മുൻകൈയെടുത്തൊരു വ്യക്തി കൂടിയാണ് KN രാജ്. ഞാൻ അഡീഷണൽ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഡ്രാഫ്റ്റ് ചെയ്തത് ആരാണ്? KN രാജ്. അദ്ദേഹം മലയാളിയാണ്. ഇനി ദ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഈസ് ആൾസോ നോൺ ആസ് ഹാരോൾഡ് ഡോമർ മോഡൽ. ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്, മാറിപ്പോകരുത്. കാരണം ഓരോ 5 ഇയർ പ്ലാനും പഠിക്കുമ്പോൾ നമ്മൾ ഓരോ വ്യത്യസ്ത മോഡൽ പഠിക്കും. സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ വരുമ്പോൾ വേറൊരു മോഡലാണ്, തേർഡിൽ വരുമ്പോൾ വേറൊരു മോഡൽ. അപ്പോൾ the first 5 year plan is also known as Harold Domer model. First 5 year plan എന്തെന്നറിയപ്പെടുന്നു? ഹാരോൾഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. കാരണം ഹാരോൾഡ് ഡോമർ 2 ഇക്കോണമിസ്റ്റുകളാണ്, 2 സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ്. ഇവരുടെ തിയറി, ഗ്രോത്ത് മോഡൽസ് ഉണ്ട്.
അപ്പോൾ അവർ ഈ ഇന്ത്യ പോലുള്ള വികസന രാജ്യങ്ങൾക്കൊക്കെ വേണ്ടി ഗ്രോത്ത് മോഡൽസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്രോത്ത് തിയറീസ്, വളർച്ചാ സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ കോൺസെപ്റ്റിൻ്റെ പുറത്താണ് നമ്മൾ എന്ത് ചെയ്തത്, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തത്. അവരുടെ തിയറിയിൽ നിന്ന് കുറച്ച് കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ കടമെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്തെന്നറിയപ്പെടുന്നു, ഹാരോൾഡ് ഡോമർ മോഡൽ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത് KN രാജ്. ഇനി എന്താണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ അറിയപ്പെടുന്ന ഹാരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നു. ഹാരോൾഡ് ഡോമർ മോഡൽ. ക്ലിയർ ആണല്ലോ? ഇനി at the end of the first 5 year plan 5 IITs were set up. അല്ലെ, 5 IIT-കൾ സ്ഥാപിച്ചു. പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് എന്ത്, ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ അവസാനം നമ്മൾ 5 IIT-കൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതും ഫസ്റ്റ് 5 ഇയർ പ്ലാന്റെ മറ്റൊരു അച്ചീവ്മെന്റ് ആണ്. ഇനി ഇതാ പറയുന്നു, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം CDP ആൻഡ് ഫാമിലി പ്ലാനിംഗ്, 1ാം പഞ്ചവത്സര പദ്ധതിയിലെ മറ്റൊരു അച്ചീവ്മെന്റ് ആയിട്ട് പറയുന്നു എന്ത്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം CDP ഫോർ ദ ഓവറോൾ ഡെവലപ്മെന്റ് ഓഫ് ദ ഇന്ത്യൻ ഇക്കോണമി അല്ലെങ്കിൽ ഇന്ത്യൻ റൂറൽ ഏരിയാസ്. ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളുടെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടി, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി, അതുപോലെ എന്താണ് മറ്റ് വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് എന്ത്, പ്രത്യേകിച്ച് റൂറൽ ഡെവലപ്മെന്റിന് കേട്ടോ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പീരീഡ്. അതുപോലെ ഫാമിലി പ്ലാനിംഗ്, കുടുംബാസൂത്രണത്തിന് തുടക്കം കുറിക്കുന്നതും 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇതും ആ 1ാം പഞ്ചവത്സര പദ്ധതിയുടെ മറ്റൊരു അച്ചീവ്മെന്റ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇനി നമ്മളിനി ആ പദ്ധതിയിൽ ഓരോ വർഷം തിരിച്ച് 51 തൊട്ട് 56 വരെയുള്ള വർഷം, ഓരോ വർഷം തിരിച്ച് നടന്ന ഇൻസിഡൻസ് നമ്മൾ പറയുകയാണ്. 1951 ദ CSO കെയിം ഇൻ ടു എക്സിസ്റ്റൻസ്. 1951 എന്താണ് പ്രത്യേകത? CSO, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. തുടക്കത്തിൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ്, പിന്നെ ഓഫീസായി. ഇപ്പൊ എന്താണ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, അത് പിന്നെ മെർജ് ചെയ്ത് NSSOയുമായിട്ട് മെർജ് ചെയ്ത് ഇപ്പൊ ഏതാണ് ഓർമ്മയുണ്ടോ? പറഞ്ഞേ. NSO ആയിട്ട് മാറി. 2019 NSO ആയിട്ട്, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് ആയിട്ട് മാറി. അപ്പൊ അതിനൊക്കെ വരുന്നതിന് മുമ്പ് ഇന്ത്യയുടെ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ഥാപനമാണ് CSO. അത് നിലവിൽ വന്നത് 1951. ദാറ്റ് മീൻസ് ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. CSO. നോക്ക്, അടുത്ത മറ്റൊരു അച്ചീവ്മെന്റ് പറയാണ്. ഒക്ടോബർ 25, 1951. 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെ മറ്റൊരു ഇൻസിഡന്റ് എന്ന് വെച്ചാൽ ഇതും ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പീരീഡിലെ മറ്റൊരു സംഭവവികാസമാണ്. ഇന്ത്യസ് ഫസ്റ്റ് ജനറൽ ഇലക്ഷൻ, ഇന്ത്യയിലെ ആദ്യത്തെ പൊതു ഇലക്ഷൻ അല്ലേ, ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ഷൻ, ലോക്സഭാ ഇലക്ഷൻ നമ്മൾ പറയത്തില്ലേ, ഇന്ത്യയിലെ ഫസ്റ്റ് ഇലക്ഷൻ എന്നായിരുന്നു. ഒക്ടോബർ 25, 1951 മുതൽ 1952 ഫെബ്രുവരി 21 വരെയുള്ള കാലഘട്ടത്തിലാണ് ഘട്ടം ഘട്ടമായിട്ട് ഇന്ത്യയിൽ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ, പൊതു തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതും ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പീരീഡിലാണ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സ്, നമ്മുടെ പൊതു ഇലക്ഷൻ പ്രോസസ്സ്, ജനറൽ ഇലക്ഷൻ പ്രോസസ്സ് അത് ആരംഭിച്ചത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. കൃത്യമായി പറഞ്ഞാൽ ചിനി താലൂക്കിലാണ്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ്ടേ? ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ് ഇത് ആദ്യമായിട്ട് നമ്മുടെ ഇലക്ഷൻ പ്രോസസ്സ്, ഇലക്ഷൻ വോട്ടിംഗ് ആരംഭിക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ്. മറക്കരുത്, ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കിലാണ്. ഇനി ഈ ഫോട്ടോയിൽ കാണിച്ചിരിക്കുന്ന വ്യക്തി, അത് കുറച്ചു പേർക്കെങ്കിലും പരിചയം ഉണ്ടായിരിക്കും. ആരാണത്? ദ ഫസ്റ്റ് വോട്ടർ, ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ, ഇന്ത്യയിൽ ആദ്യമായിട്ട് വോട്ട് ചെയ്ത വ്യക്തിയാണ്. ഈ അടുത്ത സമയത്താണ് അദ്ദേഹം മരണപ്പെട്ടത്. ആരാണിത്? ശ്യാം സരൺ നേഗിയാണ്. ശ്യാം സരൺ നേഗിയാണ് ഇന്ത്യയിലെ ആദ്യ വോട്ടർ എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തെ പിന്നീട് എന്ത് ചെയ്തത്? 2014 ഇലക്ഷനോ മറ്റോ ആണെന്നുണ്ട് അദ്ദേഹത്തിന് എന്താണ് നമ്മുടെ ഇലക്ഷന്റെ ബ്രാൻഡ് അംബാസിഡർ ഒക്കെ ആയിട്ട് മാറ്റിയിരുന്നവർ കേട്ടോ. 2014 ഇലക്ഷനോ മറ്റോ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മാറ്റിയിരുന്നു. അപ്പോൾ ഫസ്റ്റ് വോട്ടർ ശ്യാം സരൺ നേഗിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ എന്ന് പറയുന്നത്. അദ്ദേഹം ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്കുകാരനാണ്, ആദ്യത്തെ വോട്ടർ. ഇനി ഓൺ നവംബർ 22, 1951 യൂണിയൻ ഫിനാൻസ് കമ്മീഷൻ വാസ് ഫോംഡ്. മറക്കരുത്, നവംബർ 22, 1951 ഇതാ യൂണിയൻ ഫിനാൻസ് കമ്മീഷൻ അല്ലേ, ധനകാര്യ കമ്മീഷൻ നിലവിൽ വരുന്നു. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന 15ാം ധനകാര്യ കമ്മീഷനാണ് അല്ലേ. NK സിംഗ് ആണ് അതിന്റെ നിലവിലെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിയൻ ഫിനാൻസ് കമ്മീഷൻ നവംബർ 22, 1951 യൂണിയൻ ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വരുന്നു. ധനകാര്യ കമ്മീഷൻ സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള ധനകാര്യ ഇടപാടുകൾ സ്മൂത്താക്കുന്നതിന്, ടാക്സ് നികുതി പിന്നെന്താണ് കൈമാറ്റമൊക്കെ സ്മൂത്താക്കുന്നതിന് വേണ്ടിയുള്ള സ്ഥാപനമാണ് യൂണിയൻ ഫിനാൻസ് കമ്മീഷൻ. അത് എന്നാണ് ഫോം ചെയ്തത്? 1951 നവംബർ 22. ഏത് ആർട്ടിക്കിൾ പ്രകാരം?
ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 280 പ്രകാരം, ഒരു ഭരണഘടനാ സ്ഥാപനം കൂടിയാണ് ആർട്ടിക്കിൾ 280 പ്രകാരം. മനസ്സിലായില്ലേ? അത് വന്നതും ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പീരീഡിലാണ്. ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം വന്നത് നമ്മൾ നേരത്തെ UGC പറഞ്ഞില്ലേ, അതുപോലെ. ഇനി അടുത്ത വർഷം 1952 നോക്ക്. 1951 ഇത്രയും പ്രധാനപ്പെട്ട ഇൻസിഡൻസ് ആണ്. അടുത്ത 52 On April 3, 1952, the Council of States came into existence. The Council of States came to existence. Article 80 പ്രകാരം. നമ്മൾ ഫിനാൻസ് കമ്മീഷൻ 280 പറഞ്ഞില്ലേ, 280 ആർട്ടിക്കിൾ. അതുപോലെ മറ്റൊരു സ്ഥാപനം വരികയാണ്. April 3, 1952 കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് കെയിം ടു എക്സിസ്റ്റൻസ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു സഭ വരികയാണ്. അതിന്റെ എന്താണ് നമ്മൾ ഇനി പറയുന്നുണ്ട്. അപ്പോൾ 1952 April 3 ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 80 പ്രകാരം കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അല്ലെ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, സ്റ്റേറ്റുകളുടെ കൗൺസിൽ, സ്റ്റേറ്റ് റെപ്രസെന്റേറ്റീവ്സിന്റെ കൗൺസിൽ എന്ന പേരിൽ ഒരു കൗൺസിൽ, ഒരു സഭ വരികയാണ്. ഇനി നോക്കാതെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് നമുക്കറിയാം. The Council of States was renamed രാജ്യസഭ on August 23, 1954. അപ്പോൾ യഥാർത്ഥത്തിൽ രാജ്യസഭ വരുന്നത് എന്നാണ്? 1952 April 3 അന്ന് രാജ്യസഭയെ നല്ല പേര് അതിന്റെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. അത് 1954 August 23 അതിന്റെ പേര് അതിനെ റീനെയിം ചെയ്തു, പുനർനാമകരണം ചെയ്തു. അതിന്റെ പേര് എന്തെന്നാക്കി മാറ്റി? രാജ്യസഭ എന്നാക്കി മാറ്റി. അപ്പോൾ രാജ്യസഭ വരുന്നതും ഏത് 5 ഇയർ പ്ലാൻ പീരീഡിൽ? ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പീരീഡിൽ. ക്ലിയർ ആണല്ലോ? ഇനി on April 15, 1952 India's first elected cabinet came into existence. അങ്ങനെ ഏപ്രിൽ 15 1952 ഇലക്ഷനൊക്കെ കഴിഞ്ഞു, പൊതു ഇലക്ഷനൊക്കെ കഴിഞ്ഞ് എന്ത് ചെയ്തു? കോൺഗ്രസ് ഗവൺമെന്റ് അല്ലെ, ജവഹർലാൽ നെഹ്റു ലീഡ് ചെയ്യുന്ന ഗവൺമെന്റ് തിരഞ്ഞെടുക്കപ്പെടുകയും അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ഇലക്ടഡ് ക്യാബിനറ്റ് കെയിം ടു എക്സിസ്റ്റൻസ്. തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭ നിലവിൽ വരികയും ചെയ്തു. കെയിം ടു എക്സിസ്റ്റൻസ്, ഫസ്റ്റ് ഇലക്ടഡ് ക്യാബിനറ്റ്. അതിന് മുമ്പൊക്കെ എന്താണ്? ഇടക്കാല ഗവൺമെന്റുകളായിരുന്നു. എന്നാൽ ആദ്യമായിട്ട് എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ട ക്യാബിനറ്റ്, തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിസഭ നിലവിൽ വന്നു എന്നാണ് 1952 April 15. അതും ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പീരീഡിലാണ്. പ്രൈം മിനിസ്റ്റർ നമുക്കറിയാം അല്ലെ, നെഹ്റു ആണ്. ഇനി on April 17, 1952 the House of the People came to existence. House of the People, നമ്മൾ നേരത്തെ പറഞ്ഞു കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് പറഞ്ഞില്ലേ, അതുപോലെ April 17, 1952 അതെന്താണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് April 3, 1952 ആണെങ്കിൽ അതേ മാസം തന്നെ April 17, 1952 ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ, ഹൗസ് ഓഫ് ദ പീപ്പിൾ ലേറ്റർ ഇറ്റ് വാസ് കാൾഡ് ലോക്സഭ. അത് പിന്നീട് എന്തെന്നറിയപ്പെട്ടു? ലോക്സഭ എന്നറിയപ്പെട്ടു. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് രാജ്യസഭയെ 54 അത് റീനെയിം ചെയ്തതുപോലെ ഹൗസ് ഓഫ് ദ പീപ്പിൾ came to existence എന്നാണ് 1952 April 17 ആർട്ടിക്കിൾ 81 പ്രകാരം. ആർട്ടിക്കിൾ 80 ആണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ്, മറക്കരുത്. ആർട്ടിക്കിൾ 80 ആണ്. ഇതെന്താണ്? ആർട്ടിക്കിൾ 81 പ്രകാരം. ഓക്കെ. ഇനി ദ ഹൗസ് ഓഫ് ദ പീപ്പിൾ വാസ് റീനെയിംഡ്. നമ്മൾ ഹൗസ് അല്ലെ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് നമ്മൾ റീനെയിം ചെയ്ത് രാജ്യസഭയാക്കിയതുപോലെ ഹൗസ് ഓഫ് ദ പീപ്പിൾ വാസ് റീനെയിംഡ് ലോക്സഭ. അതിനെ പിന്നീട് എന്താക്കി? ലോക്സഭ എന്ന് റീനെയിം ചെയ്തു. എന്നാണത്? മെയ് 14, 1954. അപ്പോ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സിനെ റീനെയിം ചെയ്ത് രാജ്യസഭയാക്കിയിരുന്നു അല്ലെ, രാജ്യസഭ. അതെന്താണ് രാജ്യസഭയാക്കിയത്? August 23, 1954. August 23, 1954 അത് രാജ്യസഭയാക്കി മാറ്റി. ഇനി ഹൗസ് ഓഫ് ദ പീപ്പിളിനെ റീനെയിം ചെയ്ത് എന്താക്കി മാറ്റി? ലോക്സഭയാക്കി. മെയ് 14, 1954 മെയ് 14, 1954 അതിനെ റീനെയിം ചെയ്ത് എന്താക്കി മാറ്റുന്നു? ലോക്സഭയാക്കി മാറ്റുന്നു. ഓക്കെ. ഇതെല്ലാം ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പീരീഡിലാണ്. ഇനി on August 6, 1952 നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. August 6, 1952 NDC, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ came to existence. ഇവരാണ് നമ്മുടെ 5 ഇയർ പ്ലാൻസിന് ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നത് അല്ലേ, പഠിച്ചതാണ്. ഫൈനൽ അപ്രൂവൽ 5 പ്ലാൻസിന് ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നത് NDC ആണ്. ആ NDC വന്നതും ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പീരീഡിലാണ്. on August 6, 1952 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ നിലവിൽ വന്നു. ഓക്കെ. അടുത്തത് on October 2, 1952 നമ്മൾ നേരത്തെ പറഞ്ഞ CDP അല്ലെ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. നമ്മുടെ റൂറൽ ഏരിയാസിന് ഇന്ത്യയുടെ റൂറൽ ഏരിയാസിന്റെ ഓവറോൾ ഡെവലപ്മെന്റിന് വേണ്ടി വന്ന ഒരു പ്രോഗ്രാമാണ് ഏത്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. അത് വന്ന വർഷവും മാസവും അല്ലെ, ഡേറ്റും ഓർമ്മയുണ്ടോ? October 2, 1952. 1952 October 2 നിലവിൽ വന്നത് CDP, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓക്കെ. അത് ഇനാഗ്രേറ്റ് ചെയ്ത CDP ഇനാഗ്രേറ്റ് ചെയ്ത ആരാണ്ട്? ഇനാഗ്രേറ്റഡ് ബൈ നെഹ്റു ഇൻ പഞ്ചാബ്. പഞ്ചാബിലാണ് CDP
ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്, അത് ഇന്ത്യയിൽ മൊത്തത്തിൽ കൊണ്ടുവന്നതാണ്. ആദ്യമായിട്ട് പഞ്ചാബിലാണ് വരുന്നത്. നെഹ്റുവാണ് ഉദ്ഘാടനം ചെയ്തത്. ഇനി CDP is India's first comprehensive social development scheme. CDPയുടെ പ്രത്യേകത എന്താണ്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്തായിരുന്നു? വാസ് ഇന്ത്യസ് ഫസ്റ്റ് കോംപ്രിഹെൻസീവ് സോഷ്യൽ ഡെവലപ്മെന്റ് സ്കീം. നമ്മുടെ ഒരു സാമൂഹിക വികസന പദ്ധതി അല്ലെ, ഇന്ത്യയുടെ ആദ്യത്തെ എന്താണ് ഒരു സാമൂഹിക വികസന പരിപാടിയായിരുന്നു ഏത്? CDP എന്ന് പറയുന്നത്. അതിനുശേഷം പിന്നീട് അതിനെയൊക്കെ എന്താണ് റിവൈസ് ചെയ്ത് കുറേ പുതിയ പദ്ധതികളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ ആദ്യത്തെ സോഷ്യൽ ഡെവലപ്മെന്റ് സ്കീം എന്ന് പറയുന്ന വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള, ബൃഹത്തായിട്ടുള്ള, വിശാലമായിട്ടുള്ള ഒരു സാമൂഹിക വികസന പരിപാടിയായിരുന്നു ഏത്? CDP എന്ന് പറയുന്നത്. കാരണം അതിലൂടെ ഉദ്ദേശിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനം, അതുപോലെ എഡ്യൂക്കേഷൻ, ഹെൽത്ത് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ. ഇനി ഓൺ October 2, 1952 അല്ലെ, ഫാമിലി പ്ലാനിങ്, കുടുംബാസൂത്രണം കെയിം ടു ഇഫക്റ്റ് അല്ലെ. കുടുംബാസൂത്രണം വരികയാണ്. നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ എന്താണ്? CDP ആണ്. CDP വന്നത് എന്നാണ്? October 2, 1952 October 2, 1952 CDP വരുന്നത്. ഫാമിലി പ്ലാനിംഗ്, കുടുംബാസൂത്രണം, ജനസംഖ്യാ നിയന്ത്രണം എന്ന ഉദ്ദേശത്തോടുകൂടി കുടുംബാസൂത്രണം നടപ്പിലാക്കി ഇന്ത്യ. അതും എന്നാണ്? October 2, 1952. അപ്പോൾ CDPയും ഫാമിലി പ്ലാനിംഗ് ഒരേ ദിവസം തന്നെയാണ് വരുന്നത്. കുടുംബാസൂത്രണം അതും ഫസ്റ്റ് 5 year പ്ലാൻ പീരീഡിലാണ്. ഇനി ചോദിക്കും, ഫാമിലി പ്ലാനിംഗ് ഏത് ലിസ്റ്റിലാണ് വരുന്നത് അല്ലെ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. നമുക്കറിയാം അല്ലെ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഷെഡ്യൂൾ 7ാം ഷെഡ്യൂളിലാണ് ഇത് വരുന്നത്, ഈ ലിസ്റ്റുകൾ വരുന്നത്. അപ്പോൾ അത് കൺകറന്റ് ലിസ്റ്റിലാണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ സ്റ്റേറ്റിനും യൂണിയൻ ഗവൺമെന്റിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ കുടുംബാസൂത്രണം ഏത് ലിസ്റ്റിൽ വരുന്നത് ചോദിച്ചാൽ ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. കൺകറന്റ് ലിസ്റ്റിലാണ്. ഇനി ഇത് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് ഫാദർ ഓഫ് ഫാമിലി പ്ലാനിംഗ്. ഇന്ത്യയിലെ കുടുംബാസൂത്രണത്തിന്റെ പിതാവ്. ഇന്ത്യയിലെ കുടുംബാസൂത്രണത്തിന്റെ പിതാവ് ആരാണ്ട്? RD കാർവെയാണ്. RD കാർവെയാണ് ഇന്ത്യൻ കുടുംബാസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? RD കാർവെ. മറക്കരുത്, RD കാർവെ കുടുംബാസൂത്രണത്തിന്റെ പിതാവ്. ഓക്കെ. ഇനി അടുത്ത വർഷം 1953 പോവുകയാണ്. 1953 എന്താണ് പ്രത്യേകത? എഡ്യൂക്കേഷൻ കമ്മീഷൻ ദാറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഡ്യൂറിംഗ് 1952 to 1953. 1952-53 വർഷക്കാലത്ത് മറ്റൊരു പ്രത്യേകത, അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 1953 നമ്മുടെ എഡ്യൂക്കേഷൻ കമ്മീഷൻ, വിദ്യാഭ്യാസ കമ്മീഷൻ നിലവിൽ വരുന്നു. അതാണ് മുതലിയാർ കമ്മീഷൻ എന്നറിയപ്പെടുന്നു. മുതലിയാർ കമ്മീഷൻ ഇന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മുതലിയാർ കമ്മീഷൻ 1952-53 പീരീഡിലാണ് മുതലിയാർ കമ്മീഷൻ വരുന്നത്. ഇതിനെ മറ്റൊരു പേര് അറിയപ്പെടുന്നു, മുതലിയാർ കമ്മീഷൻ ഈസ് ആൾസോ നോൺ ആസ് ഇന്ത്യ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇന്ത്യയുടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് ഏതിനറിയപ്പെടുന്നത്? മുതലിയാർ കമ്മീഷൻ അറിയപ്പെടുന്നത്. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഓക്കെ. ഇന്ത്യയുടെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നാണ് ഈ മുതലിയാർ കമ്മീഷൻ അറിയപ്പെടുന്നത്. ചെയർമാൻ ഓഫ് ദ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ ആരായിരുന്നു? ലക്ഷ്മണസ്വാമി മുതലിയാർ. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ആണ് ലക്ഷ്മണസ്വാമി മുതലിയാർ. ഇതിന്റെ ചെയർമാൻ, ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ലക്ഷ്മണസ്വാമി മുതലിയാർ ആയിരുന്നു. ഓക്കെ. ഇനി ഓൺ August 1, 1953 ഇന്ത്യസ് എയർ ട്രാൻസ്പോർട്ട് വാസ് നാഷണലൈസ്ഡ്. August 1, 1953 ഫസ്റ്റ് 5 year പ്ലാൻ പീരീഡിൽ തന്നെ ഇന്ത്യയുടെ എയർ ട്രാൻസ്പോർട്ട് അല്ലെ, ഇന്ത്യയുടെ വായു ഗതാഗത മേഖല എന്ത് ചെയ്തു? വാസ് നാഷണലൈസ്ഡ്, ദേശസാൽക്കരിച്ചു. എന്ന് വെച്ചാൽ നമ്മുടെ എയർ സർവീസ്, ഫ്ലൈറ്റ് സർവീസുകൾ എന്ത് ചെയ്തു? ദേശസാൽക്കരിച്ചു. എന്ന് വെച്ചാൽ ഗവൺമെന്റ് ടേക്ക് ഓവർ ചെയ്തു, ഗവൺമെന്റിന്റെ കൺട്രോളിൽ കൊണ്ടുവന്നു എന്നാണത്. 1953 August 1. ഇനി അടുത്തത് 53 തന്നെ October 1, 1953 October 1 ദ സ്റ്റേറ്റ് ഓഫ് ആന്ധ്ര കെയിം ടു എക്സിസ്റ്റൻസ്. ഏത് സ്റ്റേറ്റ് വരികയാണ്? ആന്ധ്ര സ്റ്റേറ്റ്. ആന്ധ്രാപ്രദേശ് അല്ലേ? ആന്ധ്രാപ്രദേശിന് മുമ്പ് ഏതാണ്? ആന്ധ്ര എന്ന് പറയുന്ന സ്റ്റേറ്റ്. പൊട്ടി ശ്രീരാമലുവിൻ്റെയൊക്കെ സമരം, രക്തസാക്ഷിത്വത്തിന്റെ ഫലമായിട്ട് അവർ ആന്ധ്ര എന്ന സ്റ്റേറ്റ് വരികയാണ്. 1953 October 1 ആന്ധ്ര എന്ന് പറയുന്ന സ്റ്റേറ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ആന്ധ്ര എന്ന് പറയുന്ന സ്റ്റേറ്റ് നിലവിൽ വരുന്നു. ഇനി October 2, 1953 നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് കെയിം ടു എക്സിസ്റ്റൻസ്. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് കെയിം ടു എക്സിസ്റ്റൻസ് 1953 October 2 അടുത്ത പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ CDP പറഞ്ഞില്ലേ, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം.
അതിനെ എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ട് അതിനെ കുറച്ചുകൂടി വ്യാപിപ്പിച്ചുകൊണ്ട് കുറച്ച് വികസന പദ്ധതികൾ അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ട് അതിനെ വികസിപ്പിച്ച ഒന്നാണ് ഏത് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്ന് പറയുന്നത് കേട്ടോ. CDPയുടെ ഒരു വികസിത രൂപമാണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. അത് തൊട്ടടുത്ത വർഷം 1953 ഒക്ടോബർ 2 വരുന്നത്. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് നിലവിൽ വന്നു. ഓക്കെ, അടുത്തത് 1953 ഡിസംബർ 28 UGC came into existence. നമ്മൾ നേരത്തെ പറഞ്ഞു, വർഷം പറഞ്ഞു അല്ലേ, ഡേറ്റ് പറഞ്ഞില്ലായിരുന്നു. 1953 ഡിസംബർ 28 ആര് വരുന്നു? UGC, ഫസ്റ്റ് 5 year പ്ലാന്റെ മറ്റൊരു അച്ചീവ്മെന്റ്. UGCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹി. മറക്കരുത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് UGC ലൊക്കേറ്റഡ് ഇൻ ന്യൂഡൽഹി. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. ഇൻ ഡിസംബർ 1953 ദാ വരുന്നു, ഫസൽ അലി കമ്മീഷൻ came to existence. ഫസൽ അലി കമ്മീഷൻ നിലവിൽ വരുന്നു. ആ ഫസൽ അലി കമ്മീഷന്റെ മറ്റൊരു പേരാണ് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വരുന്നു. എന്നാണ് ഡിസംബർ 1953 1953 ഡിസംബറിൽ ഫസൽ അലി കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വരുന്നു. ഇതും ഫസ്റ്റ് 5 year പ്ലാൻ പീരീഡിലാണ്. ഇത് 54ന്റെ പ്രത്യേകത നോക്ക്. അപ്പൊ നമ്മൾ 51, 52, 53 അടുത്ത 54ലേക്ക് പോകുന്നു. In 1953-54 India's Taxation Enquiry Committee came to existence. 53-54 കാലഘട്ടത്തിൽ ഫസ്റ്റ് 5 year പ്ലാൻ പീരീഡിൽ ഇന്ത്യാസ് ടാക്സേഷൻ എൻക്വയറി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി ഇന്ത്യ ഗവൺമെന്റ് ഫോം ചെയ്യുന്നു. അത് നിലവിൽ വരുന്നു. അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ ചെയർമാൻ മലയാളിയായിട്ടുള്ള ആരായിരുന്നു? ജോൺ മത്തായി ആയിരുന്നു. ജോൺ മത്തായി അല്ലെ, അതിന്റെ ചെയർമാൻ ആരായിരുന്നേ? ജോൺ മത്തായി ആയിരുന്നു. ഇനി on December 5, 1954 തോട്ടപ്പള്ളി സ്പിൽവേ came to existence in Kerala. അപ്പോൾ മലയാളികളുമായി ബന്ധപ്പെട്ട്, കേരളവുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് 5 year പ്ലാനിന് ഒരുപാട് ലിങ്കുകളുണ്ട്. KN രാജ് പറഞ്ഞു, ഇപ്പോൾ ജോൺ മത്തായി പറഞ്ഞു. അതുപോലെ ഇതാ വരുന്നു മറ്റൊരു കാര്യമാണ് 1954 ഡിസംബർ 5 തോട്ടപ്പള്ളി സ്പിൽവേ. നമ്മൾ ആലപ്പുഴ ജില്ലയിൽ അല്ലെ വെള്ളപ്പൊക്കത്തിന് പരിഹാരം കാണാനായിട്ട് തോട്ടപ്പള്ളി സ്പിൽവേ വരികയാണ്. എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. വെള്ളപ്പൊക്കം അല്ലെ, കായലിൽ നിന്നൊക്കെ വെള്ളം കയറത്തിൽ ഉപ്പുവെള്ളം കയറും. അത് തടയുന്നതിന് തന്നെ തോട്ടപ്പള്ളി സ്പിൽവേ വരുന്നു അല്ലെ. അവിടുത്തെ വെള്ളപ്പൊക്കം ഇല്ലാതാക്കാൻ അത് കേരളത്തിലാണ്, ആലപ്പുഴ ജില്ലയിലാണ് തോട്ടപ്പള്ളി സ്പിൽവേ. ഇനാഗ്രേറ്റഡ് ബൈ പട്ടം താണുപിള്ള. ഇത് ഇനാഗ്രേറ്റ് ചെയ്ത ആരായിരുന്നേ? പട്ടം താണുപിള്ളയാണ്. പട്ടം താണുപിള്ളയാണ് അന്നത്തെ പിന്നെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന അദ്ദേഹം. കേരള സ്റ്റേറ്റ് നിലവിൽ വരുന്നതിന് മുമ്പാണ് കേട്ടോ, ഫോർമലി വരുന്നതിന് മുമ്പാണ് പട്ടം താണുപിള്ളയാണ് അത് ഇനാഗ്രേറ്റ് ചെയ്തത്. ഇനി തോട്ടപ്പള്ളി സ്പിൽവേ ബിക്കെയിം ഓപ്പറേഷണൽ ഇൻ 1955. അപ്പോൾ ഇത് ഇനാഗ്രേഷൻ ഒക്കെ കഴിഞ്ഞു. അത് ഓപ്പറേഷണൽ ആയത്, പ്രവർത്തനം ആരംഭിച്ച 1955ലാണ്. 54ലാണത് എന്ത് ചെയ്തത്? നിലവിൽ വരുന്നത്. 55ലാണത് എന്ത് ചെയ്യുന്നത്? ഓപ്പറേഷണൽ ആയത്, പ്രവർത്തനം ആരംഭിച്ചത്. തോട്ടപ്പള്ളി സ്പിൽവേ പൂർണ്ണമായ അർത്ഥത്തിൽ അത് ഫുൾ ഫ്ലഡ്ജ്ഡ് ആയിട്ട് പ്രവർത്തനം ആരംഭിച്ചത് 1955ലാണ്. അടുത്ത 55ന്റെ പ്രത്യേകത നോക്കാം. On July 1st, 1955, State Bank of India came to existence. ആര് വരുന്നു? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, SBI നിലവിൽ വരുന്നു അല്ലേ. ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയെ നാഷണലൈസ് ചെയ്തുകൊണ്ട് ഇതാ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1950. നിങ്ങൾ ബാങ്കിങ് ഒക്കെ പഠിക്കുമ്പോൾ അവിടെ പറയും അല്ലെ, June 1, 1955 ഇതാ SBI നിലവിൽ വരുന്നു. അതും ഫസ്റ്റ് 5 year പ്ലാൻ പീരീഡിലാണ്. SBI നിലവിൽ വന്നെന്നാണ്ട് July 1, 1955. ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ SBI അല്ലേ, ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ SBI അല്ലെങ്കിൽ ഫസ്റ്റ് മലയാളി ചെയർമാൻ ഓഫ് SBI ആരാണ്? ജോൺ മത്തായി. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ എന്താണ്? ഇന്ത്യാസ് ടാക്സേഷൻ എൻക്വയറി കമ്മിറ്റി, അതിന്റെ ചെയർമാനുമാരാണ് മലയാളിയായിട്ടുള്ള ജോൺ മത്തായി ആയിരുന്നു. ഇപ്പോൾ ഇതാണ് ഏതാണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 1955 ജൂലൈ 1 നിലവിൽ വന്നപ്പോൾ അതിന്റെ ചെയർമാനും ആരായിരുന്നു? ഫസ്റ്റ് അല്ലെ മലയാളിയായിട്ടുള്ള ആരായിരുന്നു? ജോൺ മത്തായി ആയിരുന്നു. ജോൺ മത്തായി ആണ്. ആ പേര് മറക്കരുത്, ജോൺ മത്തായി. ഇനി in 1955 the village and small scale industries committee, also called Carvey committee, noted the possibility of using small scale industries for promoting rural development. അപ്പോൾ 1955 ഒരു കമ്മിറ്റിയെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യുന്നു. വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ കാർവേ കമ്മിറ്റി എന്ന് പറയുന്നു. കാർവേ കമ്മിറ്റി 1955 അപ്പോയിന്റ് ചെയ്തത്. എന്തിനു വേണ്ടിയാണ്? എന്തിനെക്കുറിച്ച് പഠിക്കാനാണ്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച്, ഗ്രാമീണ വികസനത്തിന് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് അത്യാവശ്യമാണോ എന്നതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് നിലവിൽ വന്നൊരു കമ്മിറ്റിയാണ് ഏത്? കാർവേ കമ്മിറ്റി. അപ്പോൾ കാർവേ കമ്മിറ്റി റിലേറ്റ് ചെയ്ത ഏതുതരം ഇൻഡസ്ട്രീസ് ആണ്? ഹെവി ഇൻഡസ്ട്രീസ് ആണോ, ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണോ, അതോ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആണോ എന്ന് ചോദിക്കും. ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാർവേ കമ്മിറ്റി?
സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കാർവേ കമ്മിറ്റി എന്നാണ് അപ്പോയിന്റ് ചെയ്തത് 1955. അതിന്റെ മറ്റൊരു പേരെന്താണ്ട് കാർവേ കമ്മിറ്റിയുടെ? വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി, ഗ്രാമീണ ചെറുകിട വ്യവസായ കമ്മിറ്റി എന്ന് പറയും. വില്ലേജ് ആൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് കമ്മിറ്റി, ആൾസോ നോൺ ആസ് കാർവേ കമ്മിറ്റി. കാർവേ ആയിരുന്നു അതിന്റെ ഹെഡ് എന്ന് പറയുന്നത്. എന്തിനെ കുറിച്ചാണ്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച് പഠിക്കാനായിട്ട് വന്ന കമ്മിറ്റിയാണ്. അതും ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പീരീഡിലാണ്. ഓക്കെ, 56 UGC ആക്ട് കെയിം ഇൻടു ഫോഴ്സ്. ഓക്കെ, 53ലാണ് UGC വരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ UGC ആക്ട്, UGC നിയമം വരുന്ന പിന്നീടാണ് കേട്ടോ. UGC വന്നത് 53 പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെയാണ് അത് വരുന്നത്, UGC വരുന്നത്. പക്ഷേ UGC ആക്ട് പാസ്സാക്കി പാർലമെന്റ് പാസ്സാക്കുന്നത് എന്നാണ് 1956ലാണ്. അതിലോടുകൂടി എന്ത് ചെയ്തു? ഒരു സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് കൈവന്നു. സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് എന്ന് വെച്ചാൽ ഒരു നിയമപരിരക്ഷ, ഒരു നിയമ വിധേയമായ സ്ഥാപനമായിട്ട് അത് മാറി. ഓക്കെ, UGC മാറി. അടുത്ത ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, എയിംസ് വരുന്നു. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 56, അതും ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പീരീഡിലാണ്. ഇനി നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ 5 IITകൾ സ്ഥാപിതമായി. 5 IITs came to existence. 5 IITകൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ പീരീഡിൽ വരുന്നു. എവിടേക്കാണ്? ഖരഗ്പൂർ, ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി. അപ്പൊ ആദ്യമായിട്ട് വരുന്ന എവിടെയാണ്? 5 IITകൾ വരുന്നു. അതിൽ ആദ്യം വരുന്നത് എവിടെയാണ്? ഖരഗ്പൂരിലാണ് കേട്ടോ. അത് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ്? ഖരഗ്പൂരിലാണ് ആദ്യത്തെ IIT നിലവിൽ വരുന്നത്, ഖരഗ്പൂരിൽ. പിന്നെ ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹിയിൽ. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന എവിടെയാണ്? ഖരഗ്പൂരിലാണ്. അങ്ങനെ 5 IITകൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കി. ഇതൊക്കെ നമ്മുടെ എന്താണ്? നമ്മുടെ പോളിസി മേക്കേഴ്സിന്റെ, നമ്മുടെ പൊളിറ്റീഷ്യൻസിന്റെ ദീർഘവീക്ഷണത്തിന്റെ ഫലമാണ്. അതിന്റെ ഒരു ഇഫക്റ്റാണ് നമുക്ക് ഇന്ന് അനുഭവിക്കുന്ന വികസനം എന്ന് പറയുന്നത്. അതിന്റെ ചുവട് പിടിച്ചാണ് പിന്നീട് ഉണ്ടായത്? ബാക്കിയുള്ള വികസനമെല്ലാം ഉണ്ടായത്. ഇനി നോക്ക്, മൾട്ടിപർപ്പസ് പ്രോജക്ട്സ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് 5 ഇയർ പ്ലാൻസ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്തെ മൾട്ടിപർപ്പസ് പ്രോജക്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് വെച്ചാൽ വിവിധോദ്ദേശ പദ്ധതികൾ ഏതൊക്കെയാണ് വെച്ചാൽ ജലസേചനത്തിന്, അതുപോലെ പവർ, വൈദ്യുത്പാദനവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള പദ്ധതി ഏതാണ് 5 ഇയർ പ്ലാൻ പീരീഡിൽ? ഒന്ന്, ഭക്രാനങ്കൽ പ്രോജക്റ്റ്. നമ്മൾ പറഞ്ഞില്ലേ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിലെ ഇറിഗേഷൻ പ്രോജക്ട്സുകൾ. അതിനെ പൊതുവെ അറിയപ്പെടുന്ന മൾട്ടിപർപ്പസ് പ്രോജക്ട്സ്, വിവിധോദ്ദേശ പദ്ധതികൾ. കാരണം അത് ജലസേചനം, അതുപോലെ കുടിവെള്ള വിതരണം, പിന്നെ വൈദ്യുതി, ഇതെല്ലാം കൂടി ചേർന്ന്, അതുകൊണ്ടാണ് മൾട്ടിപർപ്പസ് പ്രോജക്ട്സ് എന്ന് വിളിക്കുന്നത്. ആദ്യത്തെ ഏതാണ്? ഭക്രാനങ്കൽ. അത് ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ്. അത് പഞ്ചാബിലാണ്. പഞ്ചാബിൽ ഭക്രാനങ്കൽ. ഓർക്കുക, ഏത് നദിയിലാണ്? സത്ലജ് നദി, പഞ്ചാബിലാണ്. നമ്മൾ ഭക്രാനങ്കൽ മാത്രം പഠിച്ചാൽ പോരാ, ഏത് നദി എന്ന് പഠിക്കുക, അത് എവിടെയാണ് എന്ന് പഠിക്കുക. ഓക്കെ, അടുത്ത ഹിരാക്കുഡ്, മഹാനദിയിൽ ഒഡീഷ. മഹാനദി, ഒഡീഷ, ഹിരാക്കുഡ്. അടുത്ത മേട്ടൂർ ഡാം, കാവേരി നദിയിൽ, തമിഴ്നാട്. തമിഴ്നാട്ടിൽ കാവേരി നദിയിലാണ് മേട്ടൂർ ഡാം, അല്ലേ? അപ്പോൾ ഇത്രയുമാണ് എന്ത്? വിവിധോദ്ദേശ പദ്ധതികളെന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ നമ്മൾ ഡീപ്പായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കി, അതുപോലെ തന്നെ എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, എങ്കിൽ മാത്രം ഇതിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഏത് പോയിന്റ് വേണമെങ്കിലും ഇവിടെ എടുത്ത് ആഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 1 മാർക്ക് പോലും നമുക്ക് കളയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ മാർക്കും നമുക്ക് അച്ചീവ് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.